ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സൂര്യയുടെ റെട്രോ എന്ന് പറഞ്ഞ മൂവിനെ പറ്റിയുള്ള എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇന്നലെ നമ്മൾ ആ ഒരു മൂവി കാണുന്ന സമയത്ത് നമുക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് മൂവിയുടെ ഫസ്റ്റ് ഹാഫിൽ പെർഫെക്റ്റ് ആണ്. നമുക്ക് ഭയങ്കര ഒരു വലിയൊരു ഹൈപ്പൊക്കെ നമുക്ക് ആ ഒരു മൂവിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സൂര്യയുടെ പെർഫോമൻസും അതുപോലെ സൂര്യയുടെ ലുക്കും എല്ലാം അടിപൊളിയാണ്, പെർഫെക്റ്റ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മൂവിയിൽ ഒരുപാട് മലയാളി ആക്ടേഴ്സിനെ കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പൊ എസ്പെഷ്യലി നമുക്ക് പറയാനാണെങ്കിൽ നമുക്ക് ജോജു ജോർജ്, അതുപോലെ തന്നെ നമ്മുടെ മഹേഷിന്റെ പ്രതികാരം എന്ന മൂവിയിലെ ജിൻസൺ ഇല്ലേ, പുള്ളി ഒരു വില്ലനായിട്ടാണ് ഈ മൂവിയിൽ വന്നിരിക്കുന്നത്. ഒരു കൊമേഡിയൻ കലർന്നൊരു വില്ലൻ, പക്ഷെ സൂപ്പറാണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് ജയറാമേട്ടന്റെ റോളിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു ലാഫിംഗ് തെറാപ്പിസ്റ്റ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷെ പുള്ളി നമ്മൾ കുഞ്ഞുനാൾ മുതൽ കണ്ടു വളർന്നൊരു ഒരു നടൻ എന്നൊക്കെ രീതിയിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ റോൾസിൽ കാണുന്ന സമയത്ത് നമുക്ക് ഉള്ളിലൊരു ചെറിയൊരു വിഷമം ഫീൽ ചെയ്യും. പക്ഷെ നമുക്കറിയാം അവർക്ക് ആ ഒരു റോൾസ് മാത്രമല്ലെന്നാണെങ്കിൽ എന്ത് തന്നെ ആയാലും അവരൊരു ആക്ടർ എന്ന രീതിയിലാണ് അവരെല്ലാം കാണുന്നത് നമുക്കറിയാം. എന്നാലും നമുക്ക് ഇതുപോലുള്ള സീൻസ് ഒക്കെ കാണുമ്പോൾ ഉള്ളിനുള്ളിൽ ചെറിയൊരു വിഷമം തോന്നും, അത്രേ ഉള്ളൂ. എന്നാലും നന്നായിരുന്നു കേട്ടോ. പിന്നെ നമുക്കതിനകത്ത് പറയാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ ആ മൂവി ത്രൂ ഔട്ട് ദ മൂവി നമുക്ക് കാണാൻ പറ്റുന്ന ഹൈപ്പ്, അതായത് ഡോമിനേറ്റ് ചെയ്യുന്നത് ജോജുവിനെയും അതുപോലെ പൂജ മെയിൻ ഹീറോയിനെയും അതോടൊപ്പം തന്നെ സൂര്യനെയുമാണ് ആ ഒരു മൂവിയിൽ നമുക്ക് മെയിനായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നത്. ബാക്കി എല്ലാവരും ജസ്റ്റ് സപ്പോർട്ടിങ് ആക്ടേഴ്സ് അല്ലെന്നാണെങ്കിൽ ജസ്റ്റ് വന്നിട്ട് ആക്ട് ചെയ്ത് പോകുന്നു എന്നുള്ള രീതിയിലൊരു സംഭവം മാത്രമേ ഉള്ളൂ. ഇപ്പൊ വില്ലൻ ആയാൽ കൂടി നമുക്ക് ആ ഒരു അത്രയും പെർഫെക്റ്റ് ആയിട്ടൊരു വില്ലൻ നമുക്ക് ഇല്ല. ജസ്റ്റ് ഫോർ നെയിം സേക്ക് ഒരു വില്ലൻ, അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് അതിനകത്ത് പറയാൻ പറ്റുന്ന സെക്കൻഡ് ഹാഫിൽ വന്നിട്ടൊരു ഐലൻഡിന്റെ സ്റ്റോറിയാണ് സെക്കൻഡ് ഹാഫിൽ ഫുള്ള് കാണിച്ചിരിക്കുന്നത്. അത് കുറച്ച് ലാഗ് പോലെയൊക്കെ ഫീൽ ചെയ്തു. നമുക്ക് ആ ഒരു ഫോമിൽ ജസ്റ്റ് ആ ഒരു ഓളത്തിൽ അങ്ങ് പോയി. ഇപ്പം എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഷെയർ ചെയ്യാനാണെങ്കിൽ പേഴ്സണലി എനിക്കത്ര അങ്ങോട്ട് ഓക്കെ ആയിട്ടില്ല. പക്ഷെ ഫസ്റ്റ് ഹാഫ് അടിപൊളിയായിരുന്നു. അതിനകത്ത് ആ ഒരു 15 minutes സിംഗിൾ ഷോട്ട് വരുന്നുണ്ട്, അതൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എല്ലാവർക്കും ഈ ഒരു മൂവി ഒന്ന് കണ്ടു നോക്കൂ. കണ്ടിട്ട് എല്ലാവരും നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് ഷെയർ ചെയ്യൂ കേട്ടോ. താങ്ക് യു.